ഹലോ ഗായ്സ്, ഇന്നലെ ഇറക്കിയ പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ രണ്ടാം പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇന്നലെ കണ്ടു നിർത്തിയത് ലൂ ബ്രദേഴ്സ് വന്ന് കയറുന്നിടം വരെയായിരുന്നു. ലൂ ബ്രദേഴ്സ് വന്നിട്ട് ജിയാങ്ങിൻ്റെ ഫാമിലിയെ പിടിച്ചു വെക്കുന്നു. ജിയാങ്ങിൻ്റെ ഫാമിലിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നു ഇത് ലൂ ബ്രദേഴ്സ് ആണ്. അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമായിട്ടില്ല, കാരണം അവർ വലിയ ബിസിനസ് ഗ്രൂപ്പായിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ആലോചിക്കുന്നു, ഇവരെന്തിനാണ് ഞങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ അനീതി ഇത്രയും കാലം വളർത്തിയതിന് ട്രീറ്റ് ചെയ്യാൻ വന്നതാണെന്ന്. ഇത് കേട്ട ജിയാങ്ങിൻ്റെ ഫാമിലി, അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം നോക്കി വളർത്തിയത് ലൂ ബ്രദേഴ്സിൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ ആയിരുന്നല്ലോ എന്ന് ആലോചിക്കുന്നു. പെട്ടെന്ന് തന്നെ ജിയാങ്ങിൻ്റെ സ്റ്റെപ്പ് മദർ പറയുന്നു, ജിയാങ്ങിനെ ഇത്രയും കാലം നോക്കി വളർത്തിയതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം തരണമെന്ന്. എൻ്റെ മോൻ്റെ വിവാഹമാണ്, അതിനുവേണ്ടി ഞങ്ങൾക്കൊരു വീട് വെച്ച് തരണമെന്ന്. ഓക്കെ ശരി, വെച്ച് തരാമെന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് ജിയാങ്ങിനെയാണ്. ജിയാങ്ങിൻ്റെ നേരെ 3 പേരും ഒരേ സമയത്ത് കൈ നീട്ടിയത് കൊണ്ട് തന്നെ ജിയാങ് ആരുടെ കയ്യിൽ പിടിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് കാണുന്നത് മുത്തശ്ശിയുടെ അടുത്ത് ജിയാങ് ഇരിക്കുന്നതാണ്. ജിയാങ്ങിനെ കാണുന്ന വളരെ ഹാപ്പിയായി മുത്തശ്ശി ജിയാങ്ങിനോട് ലൂ ബ്രദേഴ്സിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ലൂ ബ്രദേഴ്സ് വളരെയധികം വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ജിയാങ്ങിനോട് മുത്തശ്ശിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് ജിയാങ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ലൂ ബ്രദേഴ്സിൻ്റെ നെയിം. അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നു, ഇവർ നിൻ്റെ ബ്രദേഴ്സ് ആണെങ്കിൽ തന്നെ ദത്തെടുത്ത് വളർത്തിയതായതുകൊണ്ട് തന്നെ ബ്ലഡിൻ്റെ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിനക്ക് ഇവരെല്ലാരെ വേണേലും വിവാഹം ചെയ്യാമെന്ന്. അപ്പം തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുന്ന ആളിനെ മാത്രം ഞങ്ങൾ വിവാഹം ചെയ്തു തരുമെന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് ജിയാങ് മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ 3 പേരും തൻ്റെ കട്ടിലെ തന്നെ 3 സൈഡിലായിട്ട് ഇരിക്കുന്നത് ജിയാങ് കണ്ടു. 3 പേരും ഒരേപോലെ സുന്ദരന്മാരായതുകൊണ്ട് തന്നെ ജിയാങ്ങിന് ഒരു സംശയം, ഇതിലെ 3 പേരും ഒന്നിനൊന്ന് മിച്ചമായിട്ട് നല്ല സുന്ദരന്മാരായതുകൊണ്ട് തന്നെ ഇതിലെ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ജിയാങ്ങിനൊരു സംശയം. പിന്നെ ഹാൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം ഷാൻ നൽകുന്നു. ഷാൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം തൻ്റെ കാർഡായിട്ട് തന്നെ ലൂവും കൊടുക്കുന്നു. ആ സമയത്ത് മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വരുന്നു. മുത്തശ്ശി വന്നിട്ട് പറയുന്നു, നാളെ ഒരു പാർട്ടി ഉണ്ട്, നീ തിരിച്ചു വന്നതിനാൽ സന്തോഷം പങ്കിടാൻ. അതിനാൽ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ ഷോപ്പ് ചെയ്തിട്ട് വരണം. അവിടെ എത്തിയപ്പോൾ ജിയാങ്ങിന് ഒരു നെക്ലസ് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതേസമയം തന്നെ സു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോ അവിടെ വന്നിട്ട് ഇതേ നെക്ലസ് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ജിയാങ് അതിൻ്റെ പ്രൈസ് മണി നോക്കുന്നത്. ഇത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് കാണുമ്പോൾ തന്നെ ജിയാങ് അത് വേണ്ടെന്ന് വെക്കുന്നു. പക്ഷേ എന്നാലും ജിയാങ് അത് വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിലും ജിയാങ്ങിൻ്റെ കയ്യിൽ ലൂ ബ്രദേഴ്സ് തന്ന കാർഡ് ഉൾപ്പെടെ പണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ജിയാങ് ആണെന്നില്ല പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ജിയാങ്ങിന് പണം എങ്ങനെ കാത്തു നോക്കണം, എത്രമാത്രം ചിലവാക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ജിയാങ്ങിന് അറിയാം. അതേസമയം തന്നെ അവിടെ വന്നിരുന്ന കഴിഞ്ഞ് ജിയാങ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അത് ഇങ്ങനെ ലൂ മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, നീ ഷോപ്പ് ചെയ്തിട്ട് വന്നോ, എല്ലാം വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ലൂ ആണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് തരാമോ എന്ന് ചോദിക്കുന്നു. ഇതാണെങ്കിൽ കയ്യിൽ എഡിറ്റ് ചെയ്ത് അല്ലാത്തൊരു ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഇത് ചേർക്കാവുന്ന. അങ്ങനെ ജിയാങ് ആ ഫോട്ടോയിലേക്ക് ഒരു ചെയിൻ എഡിറ്റ് ചെയ്ത് കയ്യിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം കഴിഞ്ഞ് ലൂവിന് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ജിയാങ്ങിന് ടെൻഷൻ ഉണ്ട്. ലൂ ഇത് കാണുമ്പോൾ മനസ്സിലാക്കുന്നു, കാരണം എഡിറ്റ് ചെയ്ത് ചേർത്തയാറുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് ലൂ ഒരു മറുപടി തരാത്തപ്പോൾ ജിയാങ് വിചാരിച്ചു, വലിയ ലൂ ബ്രദേഴ്സ് ആണ്, ഇത്രയും വലിയ കമ്പനി ആയിട്ടും ബുദ്ധി ഇല്ലെന്ന് തോന്നുന്നല്ലോ, ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ചേർത്തയാണെന്ന് മനസ്സിലായില്ലെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ജിയാങ് പാർട്ടിയിലേക്ക് ഒരുങ്ങി പോകുമ്പോൾ തന്നെ ആ പാർട്ടിക്ക് അത് കയറുമ്പോൾ തന്നെ ലൂവിനെ ജിയാങ് കാണുന്നു. അപ്പോൾ ലൂ ചോദിക്കുന്നു, ഇന്നലെ മേടിച്ച ചെയിൻ ഇട്ടില്ലയോ എന്ന്. ഇല്ല, എനിക്ക് സിമ്പിൾ ലുക്കാണ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ടില്ല, ഇതിൻ്റെ ഒന്നും ചേരത്തില്ലെന്ന് വിചാരിച്ചു. അതോ ഇത് കൊള്ളത്തില്ലയോ എന്ന് ചോദിക്കുന്നു ജിയാങ്. ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൂവിൻ്റെ ഒരു സ്റ്റാഫ് വന്ന് ലൂവിനെ എന്തോ അച്ഛൻ്റെ കാര്യത്തിന് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ജിയാങ് അവിടെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഇന്നലെ അവിടെ വെച്ച് കണ്ട ആ ഷോപ്പിൽ വെച്ച് കണ്ട് സു ആണ് നിൽക്കുന്നത്. സു ആണെങ്കിൽ ജിയാങ്ങിനെ കാണുന്നു. ജിയാങ്ങിൻ്റെ അടുത്തോട്ട് സു അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സു ജിയാങ്ങിനോട് ഇന്നലെ വഴക്കുണ്ടാക്കിയത് തന്നെ ഈ പാർട്ടിക്ക് ഇട്ടുകൊണ്ട് വരാൻ വേണ്ടി ഈ മാല മേടിക്കാനായിരുന്നു. അപ്പോൾ ഈ സു ജിയാങ്ങിനെ ഇവിടെ വെച്ച് കാണുമ്പോൾ ഇന്നലെ കണ്ട ഷോപ്പിൽ വെച്ച് കണ്ട ദരിദ്രവാസിയല്ലേ ഈ പെൺകുട്ടി, ഇവളെന്താ ഇവിടെ കഴിയാം, ചിലപ്പോൾ ഞാനാണെങ്കിൽ വലിയ ആളാണെന്നും പറഞ്ഞ് ഒരുങ്ങി ഗെറ്റപ്പിൽ വന്നതായിരിക്കും, എന്തായാലും ഇന്നാണ് ഇവരുടെ കള്ളത്തരം പൊട്ടിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു. ജിയാങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ട് സു വളരെയധികം പഞ്ചമായിട്ടൊക്കെ അഭിനയിക്കുന്നു. ഇന്നലെ നടന്നതൊക്കെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞ് എന്തോ തമ്മിൽ കൂട്ടുകൂടുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ തന്നെ സൂവിന് മനസ്സിലാവുന്നുണ്ട് ജിയാങ് ഈ മെനു കാർഡ് നോക്കിയിരിക്കുവായിരുന്നു. സത്യം പറഞ്ഞാൽ ജിയാങ് ഇനി ഇംഗ്ലീഷ് അക്ഷരം അത്ര പിടിയല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സു ജിയാങ്ങിൻ്റെ അടുത്ത് ചെന്നത്. ഇത് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് വളരെ നല്ലൊരു ഡിഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിയാങ്ങിന്.
ഇത് ജി അങ്ങ് കേട്ടിട്ട് ഇന്നലെ എന്നോട് വഴക്കുണ്ടാക്കി അഹങ്കാരിയാണെന്ന് വിചാരിച്ച പെണ്ണല്ലേ ഇപ്പോൾ പഞ്ചഭാഗത്തിൻ്റെ കൂട്ടി സംസാരിക്കുന്നത്. ഞാൻ വെറുതെ ഇന്നലെ തെറ്റിദ്ധരിച്ചു എന്നും പറഞ്ഞ് വെയിറ്റർ എന്ന് ഉറക്കം വിളിച്ചിട്ട് പറയുന്നു എനിക്ക് ഇന്ന ഡിഷ് വേണമെന്ന്. അപ്പോൾ വെയിറ്റർ പറയുന്നു ഇങ്ങനെ ഒരു ഡിഷ് ഇവിടെ ഇല്ലെന്ന്. ഇതൊക്കെ ജി അങ്ങ് വളരെയധികം ഉറക്കം പറഞ്ഞതുകൊണ്ട് തന്നെ വെയിറ്ററും തിരിച്ച് ഇത് ഉറക്കത്തിന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് അവിടെയുള്ള എല്ലാവരും കണ്ടിച്ചിരിക്കുന്നു. അപ്പോഴാണ് ജിയാങ്ങിന് മനസ്സിലാവുന്നത് സു എന്നെ പറ്റിച്ചതാണ്. എന്നിട്ട് സു ആണെങ്കിൽ ജിയാങ്ങിനോട് ചോദിക്കുന്നു നീ കള്ളം പറഞ്ഞ് വന്നതല്ലേ, ഇങ്ങനെ ഞാൻ ഇവിടുത്തെ വലിയ ആളാന്നൊക്കെ പറഞ്ഞ്, ഞാനിവിടെ വലിയ പണക്കാരിയാന്ന് പറഞ്ഞ്. സു ജിയാനോട് പറയുന്നു നിൻ്റെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ലേ നീ നെക്ലസ് വാങ്ങാനേ. അപ്പോൾ ജിയാൻ പറയുന്നു എൻ്റെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, എൻ്റെ ബാങ്ക് ബാലൻസ് ഉണ്ട്, പക്ഷേ എനിക്കാണെങ്കിൽ ലാഭിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആ നെക്ലസ് വാങ്ങാൻ. അല്ലാതെ നീ കരുതുന്ന പോലെ പൈസ ഒന്നും ഇല്ലാതല്ല, അത് നിനക്ക് വേണ്ടി ഞാൻ തന്നതാണ്. സു അപ്പോൾ പറയുന്നു എൻ്റെ അതിനും ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന്. അല്ല ഇത് കണ്ടോ എൻ്റെ ലൂ തന്ന കാർഡ്. അത് കണ്ട് എല്ലാവരും അന്തം വിടുന്നു, കാരണം അത് ഏറ്റവും പണക്കാരനായിട്ടുള്ള ആളുടെ കയ്യിലേ കാണത്തുള്ളൂ. അപ്പോൾ സു പറയുന്നു നീ ലൂവിൻ്റെ ആ കാർഡ് മോഷ്ടിച്ചല്ലേ എന്ന്. വഴക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജിയാൻ സുവിനെ മണ്ടി എന്ന് വിളിക്കുമ്പോൾ സു ഒരു ഡ്രിങ്ക്സ് എടുത്ത് ജിയാൻ്റെ മുഖത്തോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ജിയാങ് ഇത് തടയുന്നുണ്ട്. അന്നേരം തന്നെ ലു അങ്ങോട്ട് വരുമ്പോൾ ഈ സു ആണെങ്കിൽ വളരെയധികം ആക്ട് ചെയ്ത് വളരെയധികം ആക്ട് ചെയ്ത് ലൂവിൻ്റെ അടുത്തോട്ട് പോയി നിങ്ങളുടെ കാർഡൊക്കെ മോഷ്ടിക്കുക, നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ അവകാശിയാന്നൊക്കെ പറഞ്ഞ് വരുവാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ലു തന്നെ പറയുന്നു ഇനി ഇതാണ് ഞങ്ങൾക്ക് പോലും ഇല്ലാത്ത അവകാശമുള്ള യഥാർത്ഥ അവകാശി ജിയാങ്ങാന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം തന്നെ ജിയാങ് പറയുന്നു ഇനി നിൻ്റെ കമ്പനിയായിട്ട് ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ടച്ചുമില്ല, എല്ലാം തന്നെ ഞാൻ മാറ്റുകയാണെന്ന്. അതോടെ സു അവിടെ ഷോക്കായി താരോട്ട് വീഴിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ബാക്കി മൂന്നാമത്തെയൊക്കെ നാളെയൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് മാത്രം സെക്കൻഡ് പാർട്ട് കാണണം, അല്ലാതെ ഇത് മനസ്സിലാവത്തില്ലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ ബൈ.